ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ സർക്കാരും ഭരണപക്ഷ പാർട്ടിയും തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് നേരിയ ഒരു ചെറിയ വര പോലെയാണ്. ആ വേർതിരിവില്ലാത്ത വിധം ഒന്നിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലാണോ ഇപ്പോൾ ഈ പരസ്യത്തെ കാണേണ്ടത്? PRD വഴി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാം, പക്ഷേ മുൻ സർക്കാരിന്റെ കോട്ടങ്ങൾ എടുത്തു പറയുന്ന ഒരു പേജ് ഒരു സർക്കാർ സംവിധാനം PRD എന്ന വകുപ്പ് എങ്ങനെ അത് ചെയ്യും? അത് ചട്ടവിരുദ്ധമല്ലേ? സ്മൃതി, അതിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് സന്ദീപ് വാര്യർ പറഞ്ഞ പരസ്യത്തിന്റെ കണക്കിന് ഒരു കാര്യം പറയാനുണ്ട്. ഈ കോടിക്കണക്കിന് ചിലവാക്കുന്നു എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലെ 28/10/2019 അന്ന് MLA ആയിരുന്ന KV അബ്ദുൽ ഖാദറിന്റെ ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം അസംബ്ലിയിൽ ഒരു മറുപടി നൽകി. ആ മറുപടിയിൽ പറയുന്നത്, വിശദമായ കണക്കുണ്ട് എൻ്റെ കയ്യിൽ, വേണമെങ്കിൽ വായിക്കാം, എങ്കിലും ചോദ്യം ഇതായിരുന്നു: മുൻ സർക്കാരിൻ്റെ കാലത്ത് PRD വഴി പരസ്യത്തിന് എത്ര രൂപയാണ് ചെലവഴിച്ചത് എന്നത് സംബന്ധിച്ച് കണക്കുകൾ വിശദമാക്കാമോ? അപ്പോൾ 2011-12 മുതൽ 2015-16 വരെ 24/6/2016 വരെയുള്ള കണക്കാണ് വെച്ചേക്കുന്നത്. അതിൽ മൊത്തം പറയുന്നത് PRD വഴി പരസ്യത്തിന്, ഗവൺമെൻറ് പരസ്യത്തിന് വേണ്ടി ചെലവാക്കിയ തുക 158 കോടി രൂപ 85,588. 158 കോടി 85,558 രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പരസ്യത്തിനായി മാത്രം ചെലവഴിച്ച, PRD വഴി ചെലവഴിച്ച തുക എന്നാണ് രേഖാമൂലം മറുപടി കൊടുത്തത്. ആ മറുപടി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ അത് ഈ സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകാത്തതാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരെ വന്നാൽ, ഇതിൻ്റെ അകത്ത് പിന്നെ മുൻ സർക്കാരിനെ ഇകഴ്ത്തുകയും ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇകഴ്ത്തുകയും പിണറായി സർക്കാരിനെ പുകഴ്ത്തുകയും ചെയ്യുന്ന പരസ്യമാണല്ലോ PRD ചെയ്തത് എന്ന്. ഞാൻ അങ്ങനെ കാണുന്ന ആളല്ല ഇക്കാര്യത്തിൽ. കാരണം ഇതിൽ ഇകഴ്ത്തലിൻ്റെയോ പുകഴ്ത്തലിൻ്റെയോ പ്രശ്നം വരുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഇതൊരു പ്രവണതയാണ്, ഒരു ട്രെൻഡിനെയാണ് കമ്പയർ ചെയ്യുന്നത്. 2011-16 ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ചില പ്രവണതകൾ, അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഈ ഗവൺമെന്റിന്റെ കാലത്തെ 10 വർഷക്കാലത്തെ ചില പ്രവണതകൾ, ആ ട്രെൻഡ്, ആ രണ്ട് ട്രെൻഡിന്റെയും കമ്പാരിസൺ ആണ് ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും ഞാൻ കാണുന്നത്. രാഷ്ട്രീയ പാർട്ടിക്ക് കാണാം, തെറ്റില്ല. പക്ഷെ PRDക്ക് ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യമെന്നേ. PRD ഒരു സർക്കാർ സംവിധാനമായി പ്രവർത്തിക്കുമ്പോൾ സർക്കാരിന്റെ തുടർച്ചയാകുമ്പോൾ, അതാണ് മുൻ സർക്കാരിന് അങ്ങ് പറയുന്നത് തുടർച്ചയാണ് എന്ന് പറയുക, അങ്ങും പറയുന്നത് തുടർച്ചയാണ് എന്ന്. അപ്പോൾ ചില കാര്യങ്ങൾ ശരിയാക്കി എന്ന് പറയുമ്പോൾ കുഴപ്പങ്ങൾ പറയാൻ PRD ചുമതലപ്പെടുത്തിയിട്ടില്ല ശ്രീ ജയേന്ദ്രൻ. അത് ചെയ്തുകൂടാ. നമുക്കറിയാലോ, സർക്കാർ ഉദ്യോഗസ്ഥർ അല്ല, സർക്കാരിനെ വിമർശിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ സർക്കാർ ഉദ്യോഗസ്ഥന് എന്താണ് വിധി? ആ സർക്കാർ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റും, സസ്പെൻഷൻ ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ല, എത്ര വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ സംവിധാനത്തെ കുറ്റപ്പെടുത്തുക? അങ്ങ് പറയുന്നു പിണറായി സർക്കാരിനെ മാത്രം പുകഴ്ത്തി പറയാം എന്നാണോ പറയുന്നത്? പുകഴ്ത്തി പറയാം, അതോടൊപ്പം തന്നെ ഈ വിമർശനങ്ങളല്ല എന്ന് കരുതുന്നുണ്ടോ? ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്, കേരളം ഇനി ഇരുട്ടിൽ എന്ന് വെച്ചാൽ എന്താണ്? വളരെ പോസിറ്റീവായ കാര്യമാണോ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇകഴ്ത്തലിൻ്റെയോ പുകഴ്ത്തലിൻ്റെയോ പ്രശ്നം കാണുന്നവർക്ക് അങ്ങനെ കാണാം. അത് സ്മൃതിക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമെങ്കിൽ താങ്കൾക്ക് അങ്ങനെ കാണാം. അതിൽ ആർക്കൊന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇത് ഇകഴ്ത്തലിൻ്റെയോ പുകഴ്ത്തലിൻ്റെയോ പ്രശ്നമല്ല, ശരിയുടെയോ തെറ്റിൻ്റെയോ പ്രശ്നമല്ല. ഇത് രണ്ട് പ്രവണതകളെയാണ് കമ്പയർ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് PRD ചെയ്തിരിക്കുന്ന. അതാണ് PRD ആരെയെങ്കിലും പുകഴ്ത്തുന്നില്ല, ആരെയെങ്കിലും ഇകഴ്ത്തുന്നുമില്ല. PRD ആരുടെയെങ്കിലും ശരികളെ ചൂണ്ടിക്കാണിക്കുന്നില്ല, PRD ആരുടെയെങ്കിലും തെറ്റുകളെ പറ്റി ചൂണ്ടിക്കാണിക്കുന്നുമില്ല. പക്ഷെ PRD രണ്ട് ഭരണകാലഘട്ടത്തിലെ രണ്ട് പ്രവണതകളെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് വേണം നിലപാടെടുക്കണം തീരുമാനിക്കേണ്ടത് വായിക്കുന്ന ജനങ്ങളാണ്. അല്ലാതെ PRDയെ ചട്ടവും നിയമവും ഒന്നും പറഞ്ഞ ഇക്കാര്യത്തിൽ കുരുക്കാൻ ആർക്കും കഴിയില്ല. ട്രെൻഡിന്റെ പ്രശ്നമാണ്, രണ്ട് പ്രവണതകളാണ്. ശ്രീ ജയേന്ദ്രൻ, ട്രെൻഡ് പറയാൻ PRD ഏൽപ്പിച്ചിട്ടില്ലെന്നേ. PRDക്ക് അങ്ങനെ ചുമതല. ഞാൻ ചോദിക്കുന്ന അങ്ങൊരു മാധ്യമ പ്രവർത്തനം കൂടിയാണല്ലോ. PRDക്ക് അങ്ങനെ വിമർശനം ഉന്നയിക്കാമോ? അതിനവർക്ക് അധികാരമുണ്ട്. പിന്നെ PRD ചട്ടമല്ലേ ഞാൻ നേരത്തെ തുടക്കത്തിൽ വായിച്ചത്? അതെ, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നതാണ്, PRDയിൽ ഇത്തരം കാര്യങ്ങൾ താങ്കൾക്കും അറിയുമല്ലോ. ഞാൻ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ PRD കയറി ഇറങ്ങുന്ന ഒരാളായതും കൂടെ പറയുകയാണ്. ഇതിന് ഒരു സെക്ഷൻ ഓഫീസറുണ്ട്.
ഇത്തരം കാര്യങ്ങളിൽ വെറുതെ ആരെങ്കിലും ഇപ്പം ആരോപിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കടലാസിൽ ഒപ്പിട്ട് കൊടുത്താൽ നടക്കുന്ന പണിയല്ല ഇത്. ഇതിനാദ്യം ഒരു സെക്ഷൻ ഓഫീസറുണ്ട്, അയാൾക്ക് അതിന് താഴെ ഒരു ഇൻഫർമേഷൻ ഓഫീസറുണ്ട്, അല്ലെങ്കിൽ എഡിറ്റർ. ഇൻഫർമേഷൻ ഓഫീസർക്ക് താഴെ വീണ്ടും ഉണ്ട് അസിസ്റ്റന്റ് എഡിറ്റർ ഉണ്ട്. ഈ അസിസ്റ്റന്റ് എഡിറ്റർ കഴിഞ്ഞിട്ട് ലോവർ ലെവൽ ഇൻഫർമേഷൻ ഓഫീസറുണ്ട്. ഇവരെല്ലാം കണ്ടതിന് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് പോവുകയാണ്. അത് ഒരു ജോയിന്റ് സെക്രട്ടറി കണ്ടിട്ട് പിന്നീട് PRD ഡയറക്ടർ അടുത്താണ് വരുന്നത്. അത്രയും ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു സംഗതി PRDയുടെ ഒരു കാര്യം, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അന്തിമമായിട്ട് ഒരു ഉത്തരവായിട്ട് വരുന്നത്. അല്ലാതെ ആരെങ്കിലും അവിടുന്ന് എഴുതി ഒപ്പിട്ടുകൊണ്ട് മാത്രം PRDയുടെ ഉത്തരവാവില്ല. അത് PRD ഡയറക്ടർ അങ്ങനെ ചെയ്യില്ല. ഇനി PRD ഡയറക്ടർക്ക് ഇത്തരം കാര്യങ്ങളിലാകുമ്പോൾ അദ്ദേഹം മിക്കവാറും കാര്യങ്ങളിൽ വകുപ്പ് സെക്രട്ടറിയുടെ കൂടെ അഭിപ്രായം തേടുകയും ചെയ്യാറുണ്ട്, എന്നിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ പരസ്യം തന്നെ കേരളത്തിലെ മുഴുവൻ പ്രിന്റ് മീഡിയയ്ക്കും ദിനപത്രങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലയാള മനോരമയും മാതൃഭൂമിയും വീക്ഷണവും ചന്ദ്രികയും മാത്രം അത് പ്രസിദ്ധീകരിച്ചില്ല. ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ചില ഈ സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു ഇന്ന്, അതുകൊണ്ട് അവർക്ക് പിന്നീട് ഒരു ദിവസം കൊടുക്കാനായിട്ട് സെർവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് കേൾക്കുന്നു. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ബാക്കി മുഴുവൻ പത്രങ്ങളും ജന്മഭൂമി ഉൾപ്പെടെ കൊടുത്തു. രണ്ടാമത്തെ ഒരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളുടെ, അച്ചടി മാധ്യമങ്ങളുടെ കാര്യം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അച്ചടി മാധ്യമങ്ങളുടെ കാര്യം എടുത്താൽ ദേശാഭിമാനിയും ജനയുഗവും ഒഴികെ സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന മറ്റ് പത്രങ്ങൾ, ദിനപത്രങ്ങൾ ഇല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം. പക്ഷെ ഈ പരസ്യം കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഇപ്പൊ തെലുങ്കാനയിൽ നിന്ന് സർക്കാർ പരസ്യം കൊടുക്കുന്നു, മാതൃഭൂമിക്ക് മനോരമയ്ക്ക് പരസ്യം കിട്ടുന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് സർക്കാരിന്റെ പരസ്യം കൊടുക്കുന്നു, ജന്മഭൂമിക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അത്തരത്തിലുള്ള പ്രവണതകൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ തെലങ്കാന സർക്കാരിന്റെ പരസ്യം വരുന്നുണ്ട്, UP സർക്കാരിന്റെ പരസ്യം വരുന്നുണ്ട്. ചില പത്രങ്ങൾക്ക് അത് കിട്ടുന്നു, ചില പത്രങ്ങൾക്ക് കിട്ടുന്നില്ല. ശരിയാണ്. അങ്ങീ പറഞ്ഞ പോലെ ഇന്ന് വാർത്ത നിറഞ്ഞതുകൊണ്ട് പരസ്യം കൊടുക്കാഞ്ഞതല്ല. ചില പത്രങ്ങളെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഈ പത്രം പരസ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് നിഷേധിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PRDയുടെ ജോലി എന്താണ് എന്ന കാര്യം അങ്ങേക്ക് കൃത്യമായി അറിയാം. PRDക്ക് 2 ഓപ്ഷൻസ് കൊടുത്ത് അതിലൊന്ന് നടപ്പാക്കലല്ല PRDയുടെ ജോലി. PRDക്ക് കൃത്യമായി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാം. പക്ഷേ ഒരു തുടർച്ചയുടെ ഭാഗമായി നിൽക്കുന്ന PRDക്ക് മുൻ സർക്കാർ മോശം എന്ന് പറഞ്ഞാൽ അത് ചട്ടലംഘനമാണ്. അതാണ് ഞാൻ ഊന്നുന്നത്. ചട്ടലംഘനമാണ് എന്നുള്ള ആ ചട്ടമാണ് ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിച്ചത്. അത് ഇവിടെ ബാധകമല്ല എന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അകത്ത് താങ്കൾ ആരോപിക്കുന്നത് പോലെ ഇകഴ്ത്തലോ പുകഴ്ത്തലോ ഇല്ല. ഞാൻ പറയുന്നത് 2 ട്രെൻഡുകളെ കമ്പയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഒരു കോടതിയിലും ഇകഴ്ത്തലായിട്ടും പുകഴ്ത്തലായിട്ടും നിലനിൽക്കില്ല. ട്രെൻഡ് കമ്പയർ ചെയ്യാൻ PRDക്ക് അവകാശമില്ല. തീയതിയും കാലവും ഇല്ലാതെ വാർത്ത എന്ന രൂപത്തിൽ ഒന്നാമത് PRDക്ക് ഇങ്ങനെ വാർത്ത കൊടുക്കാൻ പറ്റില്ല. അത് ചട്ടലംഘനമാണ്. അതാണ് ഞാൻ വായിച്ചത്. ഏതൊക്കെ തരത്തിലാണ് ചട്ടലംഘനം വരുന്നത്? നിയമപരമായും ധാർമ്മികമായും ഒക്കെ തന്നെയും PRDയുടെ ചട്ടപ്രകാരവും ചട്ടവിരുദ്ധമാണ്. അല്ല, താങ്കൾ ആ പറഞ്ഞ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് ആണ്. അതിരിക്കട്ടെ, ഡിബേറ്റ് ചെയ്ത് തന്നെ പോകട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ പോയി തീരുമാനമാകട്ടെ. എൻ്റെ ഒരു നിലപാട് ഇതാണ്. ഇതിലൊരു പ്രവണതയുടെ താരതമ്യമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. ആ താരതമ്യം നടത്തേണ്ടത് അനുവാചകരാണ്, അല്ലെങ്കിൽ വായനക്കാരാണ്. അതിന്റെ അപ്പുറത്തേക്ക് PRDക്ക് എന്തെങ്കിലും ഇതിനകത്ത് തികഴ്ത്തലോ പുകഴ്ത്തലോ ശരിയോ തെറ്റോ കണ്ടുപിടിക്കാനുള്ള ടൂളായിട്ട് PRD പരസ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള നിലപാട് എനിക്കില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.